നമസ്കാരം. യൂട്യൂബിൽ പുതിയ 3 അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ അപ്ഡേറ്റ്സിനെ കുറിച്ചാണ് മനസ്സിലാക്കാനായിട്ട് പോകുന്നത്. യൂട്യൂബിൽ പുതിയ അപ്ഡേറ്റ്സുകൾ വരിക എന്ന് പറയുന്നത് യൂട്യൂബേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമുള്ള കാര്യമാണ്. എല്ലാ അപ്ഡേറ്റ്സും നമുക്ക് യൂസ്ഫുൾ ആണോന്നൊന്നുമില്ല. ചില അപ്ഡേറ്റ്സ് നമുക്ക് പാരയായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇന്നത്തെ അപ്ഡേറ്റ്സിൽ 3 എണ്ണത്തിൽ ഒരെണ്ണം ഒരു പാരയാണ്, ഒരു ചെറിയ പണിയാണ്. പക്ഷേ ബാക്കി 2 അപ്ഡേറ്റുകൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അപ്ഡേറ്റ്സുകളാണ്. അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കണ്ട് എന്തൊക്കെയാണ് അപ്ഡേറ്റ്സ് എന്ന് മനസ്സിലാക്കിക്കൊള്ളുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ അപ്ഡേറ്റുകളൊക്കെ തന്നെ യൂസ്ഫുൾ ആവും. മൂന്നാമത്തെ അപ്ഡേറ്റ് പുതിയ യൂട്യൂബേഴ്സിനെ സംബന്ധിച്ചിടത്തോളം കുറച്ച് പ്രയോജനം ചെയ്യുന്നതാണ്. അതായത് വീഡിയോയിലൊക്കെ വന്നിട്ട് കമന്റുകളൊക്കെ ചെയ്യുന്നവർക്ക് ഈ ഒരു പുതിയ ഫീച്ചർ തീർച്ചയായിട്ടും യൂസ്ഫുൾ ആവും. അതെന്താണെന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കണ്ടു. അപ്പം ആദ്യത്തെ അപ്ഡേറ്റിലേക്ക് കടക്കാം. പ്രീമിയം ജംപ് എഹെഡ് എന്നാണ് ഈ അപ്ഡേറ്റിന്റെ പേര്. അതായത് യൂട്യൂബിൽ നമ്മളൊരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അതിപ്പം നമ്മൾ പ്രീമിയം ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ ഏത് രീതിയിലുള്ള വീഡിയോസ് കാണാനാണ് ഇൻട്രസ്റ്റ് കാണിക്കുന്നത്, നമ്മളുടെ വീഡിയോ കാണുന്നതിന്റെ ഒരു ബിഹേവിയർ എങ്ങനെയാണ്, നമ്മൾ ഏത് വീഡിയോയുടെ ഏത് പാർട്ടാണ് കൂടുതലും വാച്ച് ചെയ്യുന്നത്, ഇതൊക്കെ യൂട്യൂബിന്റെ സിസ്റ്റം മനസ്സിലാക്കുന്നുണ്ട്. അതിനനുസരിച്ചുള്ള റെക്കമെൻഡേഷൻ ഒക്കെ ആണല്ലോ നമുക്ക് യൂട്യൂബിൽ ലഭിക്കുന്നത്. അപ്പൊ അതേപോലെ തന്നെ യൂട്യൂബ് പ്രീമിയം ആക്ടിവേറ്റ് ചെയ്തവർക്ക് പ്രീമിയം ജംപ് എഹെഡ് എന്ന് പറയുന്ന ഒരു ഫീച്ചർ കിട്ടും. ഞാനിപ്പം യൂട്യൂബിൽ പ്രീമിയം ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാനൊരു യൂട്യൂബ് വീഡിയോ കാണുന്നെന്ന് വിചാരിക്കുക. അപ്പൊ ആ വീഡിയോയിൽ ഏതെങ്കിലും ഒരു പോർഷൻ എനിക്ക് താല്പര്യമില്ലാത്തതുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് അതിൽ ആ വീഡിയോയിൽ ഒന്ന് ഡബിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ആ വീഡിയോ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എന്റെ മുമ്പിലത്തെ ബിഹേവിയർ ഒക്കെ വെച്ച് യൂട്യൂബിൽ ഞാൻ എങ്ങനെയാണോ വീഡിയോകൾ കണ്ടത് അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ആ ഒരു വീഡിയോയിൽ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആകാൻ സാധ്യതയുള്ള ആ ഒരു പോർഷനിലേക്ക് ആ ഒരു വീഡിയോ ജമ്പ് ചെയ്യും. ഇതാണ് പ്രീമിയം ജംപ് എഹെഡ് എന്ന് പറയുന്ന ഫീച്ചർ. അപ്പൊ ഇത് പ്രയോജനം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പരിധി വരെയൊക്കെ ഒരു വ്യൂവറിനെ സംബന്ധിച്ചിടത്തോളം പ്രയോജനമുള്ള ഒരു കാര്യമാണ്. യൂട്യൂബിന്റെ പ്രീമിയം എടുക്കുന്നവർക്ക് പ്രീമിയം ഫീച്ചറാണ് യൂട്യൂബ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ ഇത് നമുക്ക്, അതായത് ഒരു ക്രിയേറ്ററിനെ സംബന്ധിച്ചിടത്തോളം അത്ര നല്ലൊരു സംഭവമായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മൾ പല വീഡിയോകളിലും ഇന്റഗ്രേറ്റ് ചെയ്ത് വീഡിയോകൾ ഇടാറുണ്ട്. ഇപ്പൊ നമ്മളൊരു ടോപ്പിക്കിൽ വീഡിയോ ചെയ്താലും അതിനുള്ളിൽ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യാറുണ്ട്. ഇപ്പൊ ഇന്റഗ്രേറ്റ് ചെയ്യുന്ന പോർഷൻ ഒക്കെ ഇതേപോലെ യൂസേഴ്സ്, അതായത് വീഡിയോ കാണുന്നവർ ഡബിൾ ടാപ്പ് ചെയ്ത് നേരെ ജമ്പ് ചെയ്തങ്ങ് പോകും. അവർ ആ ഇന്റഗ്രേറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു അഡ്വർടൈസ്മെന്റ് പാർട്ട് വാച്ച് ചെയ്യത്തില്ല. രണ്ടാമതായിട്ട് ക്രിയേറ്ററിനെ സംബന്ധിച്ചിടത്തോളം വാച്ച് ടൈമിന്റെ ഒരു വലിയ ഇഷ്യൂ വരും. അതായത് ഇങ്ങനെ ജമ്പ് ചെയ്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വാച്ച് ടൈം അത്രയും സ്ഥലത്ത് നഷ്ടപ്പെടും. അപ്പം ഈ 2 കാര്യങ്ങൾ ഒഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രീമിയം എടുത്ത ആൾക്ക് ഈ ഒരു ഫീച്ചർ വളരെ യൂസ്ഫുൾ ആവും. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക. രണ്ടാമത്തെ അപ്ഡേറ്റ് കുറച്ച് പ്രീമിയം അപ്ഡേറ്റ് ആണ്. നമ്മൾ യൂട്യൂബിൽ നമ്മുടെ ചാനൽ എങ്ങനെയാണ് മറ്റൊരാൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്നത്, നമ്മുടെ ചാനലിലെ ലിങ്ക് എടുത്തിട്ട് ആ ലിങ്ക് ആണ് ഷെയർ ചെയ്യുന്നത്. എന്നാൽ ഇനി ലിങ്ക് എടുക്കേണ്ട കാര്യമൊന്നുമില്ല. വളരെ ഈസി ആയിട്ട് യൂട്യൂബിൽ നിന്ന് നമ്മുടെ ചാനലിന്റെ QR കോഡ് എടുക്കാൻ പറ്റും. ആ QR കോഡ് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ സ്കാൻ ചെയ്ത ആളുകൾക്ക് നമ്മുടെ ചാനലിലേക്ക് വരാനും സബ്സ്ക്രൈബ് ചെയ്യാനും സാധിക്കും. മൂന്നാമത്തെ അപ്ഡേറ്റ് പുതുതായിട്ട് ചാനലൊക്കെ തുടങ്ങിയവർക്ക്, ഗ്രോ ചെയ്ത് വരുന്നവർക്ക് വളരെ യൂസ്ഫുൾ ആകാൻ പോകുന്ന അപ്ഡേറ്റ് ആണ്. അതായത് യൂട്യൂബ് ചാനലിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിന്റെ ഡിസ്ക്രിപ്ഷനിൽ നമുക്ക് മറ്റാരെങ്കിലും വലിയ വലിയ ക്രിയേറ്റേഴ്സിനെയൊക്കെ @ കൊണ്ട് മെൻഷൻ ചെയ്യാനായിട്ട് സാധിക്കുമായിരുന്നു. അപ്പൊ ആ ഒരു കാര്യം നമുക്ക് ഡിസ്ക്രിപ്ഷനിൽ മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്നാൽ ആ ഒരു കാര്യം നേരെ യൂട്യൂബ് കമന്റ് സെക്ഷനിലേക്കൂടെ കൊണ്ടുവരികയാണ്. ഇപ്പൊ കമന്റിൽ നിങ്ങൾക്ക് @ കൊണ്ട് ചാനൽ നെയിം ഇട്ട് മറ്റൊരാളെ മെൻഷൻ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ അധികം താമസിക്കാതെ ഈ ഒരു അപ്ഡേറ്റ് റിലീസ് ആവും. അപ്പൊ ഞാൻ ആലോചിക്കുന്നത്, ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോയുടെ കമന്റ് സെക്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ 2000, 3000 ഒക്കെ കമന്റുകളാണ് വരുന്നത്. അപ്പൊ ഈ കമന്റിന്റെ ഒക്കെ അടിയിൽ ഈ മെൻഷനിങ് തുടങ്ങി കഴിഞ്ഞാൽ അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കി എവിടൊക്കെ ആർക്കൊക്കെ ആയിരിക്കും മെൻഷൻ ചെയ്ത് പോകാനായിട്ട് പോകുന്നത്. ഓക്കെ, എന്തായാലും സംഭവം കൊള്ളാമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്ഡേറ്റ് വരട്ടെ, അതിനുശേഷം നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് വർക്ക് ആകുക എന്നുള്ളത്. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ആദ്യത്തെ അപ്ഡേറ്റ് ഉണ്ടല്ലോ, ആ അപ്ഡേറ്റ് ഇന്ത്യയിൽ ലോഞ്ച് ആയിട്ടില്ല. ആ അപ്ഡേറ്റ് ഇപ്പം ട്രയലായിട്ട് US-ലാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പം US-ൽ ഏത് അപ്ഡേറ്റ് വന്നെന്ന് പറഞ്ഞാലും അത് അധികം താമസിക്കാതെ തന്നെ ഇന്ത്യയിൽ ലോഞ്ച് ആവും. അപ്പം നമുക്ക് ആദ്യം ഞാൻ പറഞ്ഞ ഒരു അപ്ഡേറ്റ് അധികം താമസിക്കാതെ പ്രീമിയം യൂസേഴ്സിന് ഇന്ത്യയിൽ ലഭിക്കുന്നതാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കിയ അപ്ഡേറ്റ്സിൽ നിങ്ങൾക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ അപ്ഡേറ്റ് ഏതാണെന്നുള്ളത് വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക. പിന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് കമന്റുകളായിട്ട് അറിയിക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. പിന്നെ സോഷ്യൽ മീഡിയയിൽ പലയിടങ്ങളിൽ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ഞാൻ ആക്റ്റീവ് ആണ്. അപ്പൊ നിങ്ങൾ എന്നെ അവിടെ നിന്ന് ഫോളോ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ മറക്കാതെ ഫോളോ ചെയ്തേക്കുക. എല്ലാ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളുടെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അത് ഫോളോ ചെയ്തുകൊണ്ട് ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും ഒക്കെ ഒന്ന് ഫോളോ ചെയ്തേക്കാം. ഓക്കെ, അപ്പൊ ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. നമുക്ക് ഇനിയും അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.